ഇത്രയും തോന്നിവാസം കാണിച്ച് ഇത്രയും തെളിവുകളോടുകൂടി പൊതുസമൂഹം അത് അറിഞ്ഞതിന് ശേഷവും ഇവനെ പോലെയുള്ളവരെയൊക്കെ നാണമില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ നടക്കുന്ന ആളുകളെ ചേച്ചി മിക്കവാറും പറയും ഈ ന്യൂസ് റിപ്പോർട്ടിലൂടെ ആ ഒരു പയ്യന്റെ ദേഹത്തെ മുറിവുകളും ചതവുകളും കാണിച്ചിരിക്കുന്നത് ചിലപ്പം ചെറുക്കനും വീട്ടുകാരും കൂടെ ചേർന്നിട്ട് മേക്കപ്പ് ഇട്ടതാണെന്ന്. സ്വന്തമായിട്ട് മക്കളുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഈ ചേച്ചിക്ക്. ഇനി സ്വന്തമായിട്ട് ചേച്ചിക്ക് മക്കളുണ്ടെങ്കിൽ അവരോട് ഈ ബിനുവിന്റെ സ്റ്റാഫുകൾ ഇതേ രീതിയിൽ ഇടപെട്ടാലും ചേച്ചി ഇത് തന്നെ ആയിരിക്കും പറയുന്നതല്ലേ. കർത്താവിനെ വിളിച്ചിട്ട് രക്ഷയില്ലെന്ന് കണ്ടിട്ടാണോ ചേട്ടാ ഈ ഭാരതമാതാവിനെ വിളിച്ചിപ്പോൾ പ്രാർത്ഥന തുടങ്ങിയത്? ഞങ്ങൾക്ക് നീതിയൊക്കെ നേടിത്തരുന്നത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗത്തിലെ നിയമമാണ് ഞങ്ങളുടെ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ടീമാണ് ഇപ്പൊ അംബേദ്കറെ, ഭരണഘടന, നിയമവ്യവസ്ഥിതി, കോടതി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ബിനു വാഴമുട്ടം ഇതുവരെ ഉള്ള തറപ്പരിപാടികളെല്ലാം കാണിച്ചിട്ട് അതവസാനം നാട്ടുകാരറിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടും ഇരവാദം മുഴക്കിക്കൊണ്ടും ഇപ്പം രംഗപ്രവേശം നടത്തിയിട്ടുണ്ട്. ഇന്നലെ ബിനുവിന്റെ ഫേസ്ബുക്ക് പേജിൽ 17 വയസ്സുകാരനായ കുട്ടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ന്യായീകരണ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആരും പറയുന്ന കുറച്ച് മെഴുകൽ ന്യായങ്ങളുമായിട്ടാണ് പുള്ളിക്കാരൻ ആ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആ ഒരു 17 വയസ്സുള്ള പയ്യൻ ക്രിമിനൽ മൈൻഡഡ് ആണെന്നും ആ പയ്യന്റെ കയ്യിലാണ് തെറ്റും എന്ന രീതിയിൽ വരുത്തി തീർക്കാനായിട്ടാണ് മുഴുവൻ സംസാരവും അതിൽ നടന്നിട്ടുള്ളത്. എങ്കിലും അതിൽ എനിക്ക് പ്രസക്തമായി തോന്നിയ ഈ വിശ്വാസികളൊക്കെ ഇപ്പോഴും ബിനു വാഴമുട്ടത്തിനെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരൊന്ന് ചിന്തിക്കണം എന്ന് തോന്നിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. ലഹരിക്കടിമയായ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ കൂട്ടുക നിരവധി വർഷങ്ങളായി എൻ്റെ പതിവാണ്. അത് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് അറിയാം. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ഈ കസിയ എന്ന് പറയുന്ന അമ്മ വളരെ സങ്കടത്തോടുകൂടെ ഈ മകനെ കുറിച്ച് എന്നോട് പറയുകയാണ്. അങ്ങനെയാണ് ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കൂടെ നിർത്തുന്നത്. ആ കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന കാര്യം എനിക്ക് നാളിതുവരെ എൻ്റെ ബോധ്യത്തിലില്ല. കേട്ടല്ലോ, ലഹരിക്കടിമയായ കുട്ടികളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാറുണ്ട്. അതേപോലെ ലഹരിക്കടിമയായ ഒരു കുട്ടിയെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന രീതിയിലാണ് ഇതിൽ സംസാരിച്ച് വെച്ചിട്ടുള്ളത്. ഇവിടെ എനിക്ക് കൃത്യമായിട്ടും ഇപ്പോഴും ഈ ബിനു വാഴമുട്ടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും അയാളെ എന്തോ ദൈവിക ആചാര്യനായിട്ടുമൊക്കെ കാണുന്നവരോടാണ് ചോദിക്കാനുള്ളത്. ഈ ബിനുവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ബിനുവിനെ പോലുള്ള പല പ്രവാചകന്മാരുടെ അടുക്കലും ആളുകൾ പോകുന്നത് അവരുടെ പ്രവചനങ്ങൾ കേൾക്കാനാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരുവിധ സംശയവുമില്ല. ബിനു ഒരു മഹാപ്രവാചകനാണെന്നുള്ള കാര്യം ബിനുവിൻ്റെ വീഡിയോസ് കാണുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും. കാരണം അയാളുടെ വീഡിയോസിലെല്ലാം അയാളുടെ മുൻപിൽ വരുന്ന വ്യക്തികളുടെ പേര്, ജോലി, സ്ഥലം, വിദ്യാഭ്യാസം, കുടുംബ പ്രശ്നമാണോ, അയൽ പ്രശ്നമാണോ, പ്രേമമാണോ, അതോ സാമ്പത്തിക പ്രശ്നമാണോ, ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ജീവിത പ്രശ്നങ്ങളാണോ, ഇതെല്ലാം പ്രവചിച്ച് കണ്ടെത്തി അവർക്കൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബിനു. അപ്പോൾ ബിനുവിനെല്ലാം മുൻകൂട്ടി കാണാം എന്നുള്ള കാര്യം അയാളുടെ വീഡിയോസ് നോക്കുന്ന ആർക്കും മനസ്സിലാകും. ഇവിടെ ബിനു തന്നെ പറഞ്ഞിരിക്കുകയാണ് ആ ഒരു കുട്ടിയെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം മനസാവാച എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ലോകത്തുള്ള സകലമാന ആൾക്കാരും ബിനുവിൻ്റെ അടുക്കേ വരുമ്പോൾ അവരുടെ ഭൂതം, ഭാവി, വർത്തമാനം എന്ന് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ബിനുവിന് കാട്ടിക്കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യം ബിനുവിന് കാണിച്ചു കൊടുത്തില്ല. അതോ ഇനി മറ്റുള്ളവരുടെ ജീവിതങ്ങൾ മാത്രമേ ബിനുവിന് പ്രവചിക്കാൻ കഴിയുള്ളൂ, അതുമാത്രമേ പരിശുദ്ധാത്മാവ് ബിനുവിന് വെളിപ്പെടുത്തി കൊടുക്കത്തുള്ളൂ? സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് ബിനുവിന് കാട്ടിക്കൊടുക്കില്ല എന്നാണോ ബിനു പറഞ്ഞു വരുന്നത്? പരിശുദ്ധാത്മാവ് അങ്ങനെയാണോ പ്രവർത്തിക്കുന്നതെന്ന് ബിനു തന്നെ പറയേണ്ട കാര്യമാണ്. സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്ത, ആ ഒരു പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കെൽപ്പില്ലാത്ത പ്രവാചകന്മാരുടെ അടുക്കെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്ന വിശ്വാസികളെ വേണം ആദ്യം പത്തലെടുത്ത് അടിക്കാനായിട്ട്. എന്തായാലും ഇന്നലെ സ്വന്തമായി ന്യായീകരിച്ച് മെഴുകിയ ഒരു വീഡിയോയുമായിട്ട് വരുന്നത് മാത്രമല്ലാതെ ഇന്ന് ഞായറാഴ്ച രാവിലെ കുറച്ച് സ്ത്രീകളെയും വിശ്വാസികളെയും ഒക്കെ ഇറക്കിയിട്ട് വേറൊരു പ്രകടനം ബിനു കാഴ്ചവെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതൊരു വല്ലാത്ത ഇതാ. ഈ നിയമം ഞങ്ങൾക്ക് ദൈവം തോന്നി ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഇതെല്ലാം ക്രിസ്ത്യാനി ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. ഇത് മിണ്ടാതിരിക്കരുത്. ഇതിനെല്ലാം ഞങ്ങൾക്ക് നീതിയോടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഞങ്ങളുടെ സഭയ്ക്ക് ഞങ്ങള് പഞ്ചായത്തിനോട് പറഞ്ഞു ആരാധനയ്ക്ക് ഞങ്ങൾക്ക് ഒരു ചർച്ചിന്റെ സ്ഥലം കിട്ടി. പല കാര്യങ്ങൾ പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. ഞങ്ങളത് കോർട്ടിനെ സമീപിച്ച് ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ആരാധന പണിയാൻ. എന്നിട്ടും അത് തടസ്സപ്പെടുത്തിയ പഞ്ചായത്താ. ആ മേഡം ഒരുപാട് മാനസികമായി ഞങ്ങൾ ടോർച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ നീതിപീഠം അനുകൂലമായ ഒരു വിധി ഞങ്ങൾക്ക് തരുമെന്നറിയാം. നോട്ട് ദ പോയിന്റ്. നീതിപീഠത്തിലൊക്കെ അല്പസ്വല്പം വിശ്വാസമുള്ള ആളുകളാണ് ഞങ്ങൾ. നമ്മുടെ നീതിപീഠം കരുണ കാണിക്കും, ഞങ്ങൾക്ക് യഥാർത്ഥ നീതി നൽകി കിട്ടും എന്നുള്ള വിശ്വാസം ബിനുവിന്റെ വിശ്വാസികൾക്ക് ഇപ്പോഴും ഉണ്ട്. എന്തായാലും ചേച്ചിയുടെ സംസാരത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളെ ഒറ്റപ്പെടുത്തുന്നേ, ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ മെക്കിട്ട് കയറുന്നേ, ഞങ്ങൾക്ക് ഇവിടെ ആരാധിക്കാൻ സമ്മതിക്കുന്നില്ലേ, ഞങ്ങൾ മൈനോറിറ്റിക്കാരെ എല്ലാവരും കൂടി ഇവിടെ ഉപദ്രവിക്കുകയാണ് എന്നുള്ള വിക്ടിം കാർഡ് കൃത്യമായും ഇറക്കുന്നുണ്ട്. ബിനുവണ്ണൻ ശരിക്ക് പഠിപ്പിച്ചാണ് വിട്ടേക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ആർക്കും
പുള്ളിക്കാരൻ ഇപ്പൊ എന്താ പറഞ്ഞേ? മാതാവേന്നു, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയോ? ഓഹോ, ഭാരതമാതാവ്. ഞാനൊരു നിമിഷം വിചാരിച്ച് പെന്തക്കോസ്തുകാർക്ക് ഇത് എന്ത് പറ്റി, മേരി മാതാവിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. സാധാരണഗതിയിൽ മേരി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹാലളകുന്ന ആൾക്കാരാണ് ഈ പെന്തക്കോസ്തുകാർ. എന്തായാലും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഭാരതമാതാവേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥനകൾ നടക്കുന്നത്. കർത്താവിനെ വിളിച്ചിട്ട് രക്ഷയില്ലെന്ന് കണ്ടിട്ടാണോ ചേട്ടാ ഈ ഭാരതമാതാവിനെ വിളിച്ചിപ്പോ പ്രാർത്ഥന തുടങ്ങിയത്? ആരെങ്കിലും ആ ചേട്ടൻ ആരാധിക്കാൻ ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കും, ഒരു 30 സെക്കൻഡ് കൊടുക്ക്. നിങ്ങള് ചേട്ടൻ നെഞ്ചത്തടിച്ച് കരയുന്ന കണ്ടില്ലേ? എന്തൊക്കെ കോമഡികൾ കാണണം. ഞങ്ങൾക്ക് ലഭിക്കണം. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ രക്തം കൊടുത്താണ് സ്വാതന്ത്ര്യം മേടിച്ചത്. അംബേദ്കർ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കത് ലഭിക്കണം. ഞങ്ങൾക്ക് ഈ ഭാരതത്തിൽ അത് ലഭിക്കണം. ചേച്ചി പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ലഭിക്കും. ഒന്ന് അടങ്ങ ചായ, ഒന്ന് അടങ്ങ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ തമാശയാണ് തോന്നുന്നത്. കാരണം ഇത്രയും നാൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ വേർപെട്ട് ഒറ്റപ്പെട്ട് താമസിച്ചുകൊണ്ടിരുന്ന ദൈവജനം ഇനി അതുമാത്രമല്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്തിലെ നീതിന്യായ വ്യവസ്ഥിതിയിലൊന്നുമല്ല വിശ്വാസമുള്ളത്. ഞങ്ങൾക്ക് നീതിയൊക്കെ നേടിത്തരുന്നത് ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗത്തിലെ നിയമമാണ് ഞങ്ങളുടെ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ടീമാണ് ഇപ്പം അംബേദ്കറെ ഭരണഘടന, നിയമവ്യവസ്ഥിതി, കോടതി എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇങ്ങനത്തെയൊക്കെ കുറേ വ്യവസ്ഥിതികൾ ഇവിടെ ഉണ്ടെന്നും മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ നീതി, ന്യായം എന്നുള്ളതൊക്കെ കാര്യം കിട്ടണമെങ്കിൽ ഈ സിസ്റ്റത്തിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്യണമെന്നുമൊക്കെ താമസിച്ചാണെങ്കിലും ഇതേപോലെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഈ നീതിന്യായ വ്യവസ്ഥിതികളിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, നീതി കിട്ടുമെന്ന് പറയുന്നു. അപ്പം നീതിന്യായ വ്യവസ്ഥിതി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ഫോളോ ചെയ്യണ്ടേ? ഇവിടെ ഇപ്പോൾ ഇവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഞങ്ങളെ ആരാധിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആരാധിക്കാൻ സമ്മതിക്കാത്തതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഈ കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. കാരണം ഈ കെട്ടിടത്തിന്റെ ഒരു മുറിയിലാണ് ഈ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ പാസ്റ്റർ ബിനോ വാഴമുട്ടൻ നടത്തുന്ന ഈ ഒരു പ്രാർത്ഥനാലയം പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിപ്പിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് കെട്ടിട ഉടമയ്ക്കാണ് ആദ്യം ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് നൽകിയത്. തുടർന്ന് ഈ കെട്ടിട ഉടമ പാസ്റ്റർ ബിനോ വാഴമുട്ടത്തിനും ഇതെവിടെ നിന്ന് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഇത് പ്രവർത്തിപ്പിക്കാൻ ഇവിടെ ബിനോ വാഴമുട്ടം എത്തും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തകരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയിരുന്നു ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു കെട്ടിട ഉടമയ്ക്ക്. പഞ്ചായത്തിന് സെക്രട്ടറി കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവര് ഇന്നലെ തന്നെ നോട്ടീസ് പുള്ളിക്കും കൈമാറിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ നമുക്ക് നോക്കാം, ഇന്ന് എവിടെ വരുമെന്ന് അറിഞ്ഞേക്കുന്ന കോപ്പി ഉണ്ട് കയ്യിൽ. അതെല്ലായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നിങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്? നമ്മൾ പ്രാർത്ഥനയൊന്നും തടയാനല്ല, നമ്മൾ ഇത് ഇവിടെ ഈ സ്ഥാപനം ഇവിടെ നടത്താൻ പറ്റത്തില്ല എന്നാണ് നമ്മുടെ കണ്ടീഷൻ. വ്യക്തമായിട്ടും കേട്ടല്ലോ, ഇതാണ് നമ്മുടെ സ്ഥിരം പരിപാടി. നമ്മൾ കണ്ണി കണ്ട തോന്നിവാസം എല്ലാം കാണിക്കും. ആ തോന്നിവാസം കാണിച്ചു കഴിയുമ്പം മനുഷ്യരും നീതിന്യായ വ്യവസ്ഥിതിയും സിസ്റ്റവും ഒക്കെ കൃത്യമായിട്ട് ഇടപെട്ടിട്ട് പ്രോപ്പർ ചാനലിലൂടെ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ നമ്മളത് അനുസരിക്കത്തില്ല. നമ്മളവിടെ ചെന്നിട്ട് വിക്ടിം കാർഡ് കളിക്കും. കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്താണ് പഞ്ചായത്ത് അധികൃതരും. അതുമാത്രമല്ലാതെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉടമയും വ്യക്തമായി നോട്ടീസ് കൊടുത്താണ് ഇതിവിടെ ഇനിയും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എൻ്റെ സ്ഥലത്ത് വന്ന് ഈ പരിപാടി നടത്താൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ബിനുവിനും ടീമിനും അവിടെ തന്നെ ഊഞ്ഞാലാടണം. കൃത്യമായ നോട്ടീസ് കിട്ടിയിട്ടും അതനുസരിക്കാതെ ഇതേപോലെ വന്ന് നാടകം കളിക്കുന്നത് വെറും വിക്ടിം കാർഡ് കളിക്കാനായിട്ടും ഇരവാദം മുഴക്കാനുമായിട്ടുമാണെന്ന് സാമാന്യ ബോധമുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലാകും. എൻ്റെ ബിനു, ഇതൊക്കെ പണ്ട് പുരാതന കാലത്തൊക്കെ കാണിക്കേണ്ട പരിപാടിയാണ്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിലൊക്കെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നാറുന്നത്. ബിനുവിൻ്റെ കയ്യിലിരിപ്പിനും തോന്നിവാസത്തിനും ഇതേപോലെയുള്ള പണികൾ കിട്ടുമ്പം അത് ക്രിസ്ത്യാനി സമൂഹത്തിനെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് വിക്ടിം കാർഡ് കളിക്കാൻ കുറേ വിശ്വാസികളും പുറകിൽ. ഈ ചേച്ചി ഏതായാലും നല്ല കാശ് കൊടുത്ത് ഇറക്കിക്കുവാണെന്ന് തോന്നുന്നു ബിനു അണ്ണൻ. നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷനൊക്കെ കലർത്തിയിട്ട് ആ ഒരു വോയിസ് മോഡുലേഷനിലൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ചേച്ചി സംസാരിക്കുന്നത് വീണ്ടും നമുക്ക് കേട്ട് നോക്കാം. ആരാധന ഞങ്ങൾ സമാധാനപരമായിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്കൊരു സൗണ്ട് പ്രൂഫ് ഹാളാണ്. ഞങ്ങൾ ഒരു വഴക്കിനും ഇല്ല, ഞങ്ങൾ ഒന്നിനും പോകുന്നവരല്ല. ഈ സ്ഥാപനത്തിന് അനുബന്ധ സ്ഥാപനത്തിലല്ലേ കുട്ടികൾക്ക് ക്രൂരമർദ്ദനമേറ്റത്? കുട്ടികൾക്കുള്ളത് അത് നിയമപാലകര് അതിന് പ്രതികളെന്ന് പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് കോർട്ടിന്റേതായ രീതി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ അതിനകത്ത് 100% അവർ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഈ ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ട് മക്കളുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഈ ചേച്ചിക്ക്. ഇനി സ്വന്തമായിട്ട് ചേച്ചിക്ക് മക്കളുണ്ടെങ്കിൽ അവരോട് ഈ ബിനുവിൻ്റെ സ്റ്റാഫുകൾ ഇതേ രീതിയിൽ ഇടപെട്ടാലും ചേച്ചി ഇത് തന്നെ ആയിരിക്കും പറയുന്നതല്ലേ. ചേച്ചിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പത്തനംതിട്ട എലോഹിം കേന്ദ്രത്തിൽ നടന്ന പീഡനങ്ങളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനോട് തുറന്നു പറയുകയാണ് മുൻ ജീവനക്കാരി. കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെയും മർദ്ദിക്കുമായിരുന്നു.
നല്ല ഭക്ഷണമോ മരുന്നോ ആർക്കും നൽകില്ല. ചേച്ചി മിക്കവാറും പറയും ഈ ന്യൂസ് റിപ്പോർട്ടിലൂടെ ആ ഒരു പയ്യന്റെ ദേഹത്തെ മുറിവുകളും ചതവുകളും കാണിച്ചിരിക്കുന്നത് ചിലപ്പം ചെറുക്കനും വീട്ടുകാരും കൂടെ ചേർന്നിട്ട് മേക്കപ്പ് ഇട്ടതാണെന്ന്. എന്ത് ഉളുപ്പില്ലായ്മയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും നാറിത്തരം കാണിച്ചിട്ടും നാണമില്ലാതെ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഈ സ്ത്രീയെയൊക്കെ എന്ത് പറയണമെന്നാണ് എനിക്കറിയാത്തത്. പിന്നീട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വ്യക്തികളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ച് അവിടുത്തെ മുൻ ജീവനക്കാരിയായിരുന്ന, അതായത് ആ ഒരു പയ്യനെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ ആ പയ്യന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞ ആ പുള്ളിക്കാരി സംസാരിക്കുന്നതെന്ന് കേട്ടു നോക്കാം. ഈ മുതിർന്നവരെ മർദ്ദിക്കുന്നുണ്ട്, അമ്മച്ചിമാരെ ഭീഷണിപ്പെടുത്തി നിർത്തും, പ്രായമായ അപ്പച്ചന്മാരെ ഉപദ്രവം, കുറേ പേരെ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിജോ എന്ന് പറയുന്ന ആൾ 40ഓളം കേസിലെ പ്രതിയാണ്. അങ്ങനെയുള്ള ഗുണ്ടയായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ പാസ്റ്റർ ഏൽപ്പിച്ചേക്കുന്നത്. ആരൊക്കെയും മർദ്ദിക്കുന്നത്? പ്രധാനമായിട്ട് സിജോയും ബെന്നിയും. റീച്ചാന് അടിക്കുകയൊക്കെ ചെയ്യും, പല്ലൊക്കെ ഇറുമിക്കൊണ്ടൊക്കെ നമ്മുടെ നേരെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ നേരെ വന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല. 1ഉം 2ഉം അല്ല, 40ഓളം കേസുകളിലെ പ്രതിയാണ് നമ്മളുടെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തങ്കപ്പെട്ട മനുഷ്യരാണെന്നറിയാമോ എൻ്റെ സിജോയും ബെന്നിച്ചായനും ഒക്കെ. ഇവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത്. ഒരു ലേശ ഉളുപ്പൊക്കെ വേണ്ട സ്ത്രീയെ. മേ ബി നിങ്ങളും ഒരു അമ്മ ആയിരിക്കത്തില്ലേ? പക്ഷേ ആ കുട്ടികളുടെ മൊഴിയുണ്ടല്ലോ, പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. എന്തെല്ലാം നമ്മുടെ പല കാര്യങ്ങളിൽ സമൂഹത്തിൽ നടക്കുന്നത് നീതിപൂർവ്വമാണോ? നമ്മുടെ കുട്ടികൾക്ക് മർദ്ദനം ഏറ്റിട്ടില്ല എന്നാണോ മാഡം പറയുന്നത്? കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടികൾ തമ്മിൽ അവിടെ നല്ല ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരായതുകൊണ്ടും സമൂഹത്തിന് അവർ ഇനിയും ജീവിക്കേണ്ടതായതുകൊണ്ടും അത് പറഞ്ഞു വിട്ടെന്നുള്ള സത്യമാണ്. പോലീസ് 3 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ ദേഹത്തെല്ലാം അടികൊണ്ട പാടുകൊണ്ട് കുട്ടികൾ നേരിട്ട് മൊഴി നൽകിയിട്ടുണ്ടല്ലോ. അവര് മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ കോർട്ട്. മാഡം, ഒരു കാര്യം കൂടി, വൃദ്ധസദനം എന്ന് പറയുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്നു. അടുത്ത മാസം വരെ അനുമതി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഈ മാസം ഒരു യോഗം ചേരുന്നുണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിനായിട്ട് സർക്കാർ. പക്ഷേ എങ്ങനെ അവിടെ കുട്ടികളെ താമസിപ്പിച്ചു? കുട്ടികളെ അവിടെ അല്ല താമസിപ്പിച്ചത്. ഞങ്ങളുടെ പാസ്റ്ററിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഞങ്ങൾ പണ്ട് തൊട്ടേ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ താമസിപ്പിച്ച് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾ അവിടെയല്ല താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അറിയാതെ വായിന്ന് അങ്ങ് വീണുപോയി. കുട്ടികൾ പണ്ട് തൊട്ടേ അവിടെ വന്ന് താമസിക്കാറുണ്ട്. എന്നിട്ട് അതിനെ മറയ്ക്കാനായിട്ട് നൈസായിട്ട് ഞങ്ങളുടെ വീട്ടിലും വന്ന് താമസിക്കാറുണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടു. വൃദ്ധസദനം നടത്താൻ ലൈസൻസ് കൊടുത്ത ഇടത്ത്, അതായത് പ്രായമായവരെ പരിചരിക്കാനായി ലൈസൻസ് കൊടുത്ത ഇടത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കുകയും അവരെ കൊണ്ട് ബാലവേല ചെയ്യിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തിട്ട് അത് പ്രശ്നമായി മാറിയപ്പോൾ, അത് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നാണമില്ലാതെ വീണ്ടും വന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനു വാഴമുട്ടത്തിൽ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. പൂർണ്ണമായും ഈ മേഡം പറഞ്ഞ പോലെ ന്യായീകരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അങ്ങനെ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊക്കെ പറയുന്നു. അത് ശരിയാണോ? അത് തെറ്റ് ചെയ്തവരായാലും ശിക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആര്. പക്ഷെ അത് നിയമത്തിന്റെ രീതിയിൽ പോകട്ടെ. പക്ഷെ ഇന്നത്തെ ഞങ്ങളുടെ ആരാധന തടസ്സപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ച മനഃപൂർവ്വമായിട്ടുള്ള വാശിയാണ്. അത് ഞങ്ങൾ ഇവിടെ അവരെ പബ്ലിക്കായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ഇതിന്റെ പിമ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെന്നീർക്കര പഞ്ചായത്ത് ഇപ്പോൾ ഈ കെട്ടിട ഉടമയും ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ബിനു വാഴമുട്ടത്തിന് ഒരു നോട്ടീസ് നൽകിയിട്ടുണ്ട്, ഇവിടെ ഇത് പ്രവർത്തിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഇങ്ങോട്ട് വന്നത്? 100% നല്ലൊരു മനുഷ്യനാണ്. എങ്കിലും മാനുഷികമായിട്ട് പുള്ളി ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും? ആ മനുഷ്യനെ ഞങ്ങൾ ഇന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ചേച്ചി ഇങ്ങനെ നീതിന്യായ വ്യവസ്ഥിതി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് തെള്ളി മറിച്ച് വന്നപ്പോഴേക്ക് റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഇത്രയും വലിയ നീതിന്യായ വ്യവസ്ഥിതിയുടെ പ്രചാരകരാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ നോട്ടീസ് കിട്ടിയിട്ട് ഇവിടെ വന്നത്? സംഘർഷം ഉണ്ടാക്കാനല്ലേ വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ബബ്ബ ബിനുവേട്ടൻ റെസ്പെക്ട്, എനിക്കിപ്പോഴും റെസ്പെക്റ്റ് ആണ് ബിനുവിനോടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കടന്ന് ബബ്ബ അടിക്കുകയാണ്. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങൾക്ക് ഇങ്ങനെ പിള്ളേരെ പീഡിപ്പിക്കുന്നതും പിള്ളേരെ ബാലവേല എടുപ്പിക്കുന്ന ആളുകളോടൊക്കെ റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഒരു ക്വാളിറ്റി അതായിരിക്കും. അതുകൊണ്ട് ആ റെസ്പെക്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചു. ആ ബിൽഡിങ്ങിൻ്റെ ഓണർ കൃത്യമായിട്ട് നിങ്ങളവിടെ പ്രവർത്തിക്കരുതെന്ന നോട്ടീസ് കയ്യിൽ തന്നിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞു കയറി അവിടെ വന്നിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നില്ലേ എന്ന വിക്ടിം കാർഡ് കളിക്കുമ്പോൾ ഇതൊക്കെ കാണുന്ന പൊതുജനത്തിന് കൃത്യമായിട്ടും മനസ്സിലാകും നിങ്ങൾ ലോക ഉടായ്പകളാണ് എന്നുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഈ വാനോളം പുകഴ്ത്തുന്ന റെസ്പെക്റ്റിന് അർഹനായ ബിനുവിന്റെ തനിക്കുണം ആ ജീവനക്കാരി തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കാം. എനിക്ക് അവിടെ ഭീഷണി വന്നു. കാരണം ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ എന്നെ കൊടുക്കും എന്നുള്ള രീതിക്കായിരുന്നു പാസ്റ്റർ വന്ന് പറഞ്ഞത്. അത് എഴുതിയും കൂടെ വെപ്പിച്ചിട്ടാണ് ആ സ്ഥാപനത്തിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടത്. ഇത്രയും നീതിമാനും സ്നേഹസ്വരൂപിയും ദൈവസ്വരൂപനുമായിട്ടുള്ള പാസ്റ്ററിനോട് ചേച്ചിക്ക് റെസ്പെക്റ്റ് തോന്നിയില്ലെങ്കിൽ അതിലെന്തെങ്കിലും അത്ഭുതം തോന്നാനായിട്ടുള്ളൂ. ഇത്രയും തോന്നിവാസം കാണിച്ച് ഇത്രയും തെളിവുകളോടുകൂടി പൊതുസമൂഹം അത് അറിഞ്ഞതിന് ശേഷവും ഇവനെ പോലെയുള്ളവരെയൊക്കെ നാണമില്ലാതെ ഇങ്ങനെ ന്യായീകരിക്കാൻ നടക്കുന്ന ആളുകളെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പിന്നെ ബിനു ആ വീഡിയോയിലും ബിനുവിൻ്റെ സഹചാരികളും പറയുന്നത് ആ ചെറുക്കൻ പ്രശ്നക്കാരനാണ് എന്നുള്ള കാര്യമാണ്. ബിനുവിനോടും ബിനുവിൻ്റെ ആൾക്കാരോടും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ പയ്യനെ ഏറ്റെടുക്കാൻ? സ്വന്തം ഇഷ്ടപ്രകാരം വീഡിയോയുടെ മുമ്പിലും ലൈവിൻ്റെ മുമ്പിലും നിൽക്കുമ്പോൾ ഇതേപോലെയുള്ള ആളുകൾ വരുമ്പോൾ കണ്ണുമടച്ച് അവരെ ഏറ്റെടുക്കും. കാരണം ഇത് മാർക്കറ്റ് ചെയ്തിട്ട് കൂടുതൽ ആൾക്കാരുടെ നിന്ന് കാശ് പറ്റിക്കാം. ഈ ഒരു കാരണത്തിനായിട്ട്, അതായത് ഡൊണേഷൻ കാശ് ആളുകളുടെ കയ്യിൽ നിന്ന് സ്വന്തം കീശയിലാക്കാനായിട്ട്
വീഡിയോയുടെ മുൻപിൽ വരുന്നവരെയെല്ലാം കണ്ണും പൂട്ടി ഏറ്റെടുക്കും. അതിനുശേഷം ആ വീഡിയോസ് കട്ട് ചെയ്ത് പലയിടത്തായിട്ട് സെന്റിമെന്റൽ സോങ് ഒക്കെ കയറ്റിയിട്ട് മാർക്കറ്റ് ചെയ്യും. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ആളുകളുടെ മുമ്പിലേക്ക് ആ വീഡിയോ എത്തുകയും അതിൽ നിന്ന് കണക്കറ്റ കാശ് നമ്മുടെ ബിനുവിൻ്റെ സ്വന്തം പോക്കറ്റിലേക്ക് വരും. അതുകൊണ്ട് ഇമാതിരി ഉടായ്പ ന്യായങ്ങൾ പറഞ്ഞ് ഈ ഒരു പ്രശ്നത്തിനെ ന്യായീകരിക്കാൻ എത്ര നോക്കിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങൾ ആളുകളെ ഏറ്റെടുക്കുന്നത്. ഈ ഏറ്റെടുക്കുന്ന ആളുകളെ ടേക്ക് കെയർ ചെയ്യാൻ നിങ്ങൾക്ക് കെൽപ്പില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, അതിൻ്റെ ലൈസൻസ് പോലും ഇല്ല. ഓൾറെഡി അതൊരു ലൈസൻസ് പോലും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ്, നിങ്ങളുടെ കയ്യിലെ കുറ്റം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും. അറിയാത്ത പണിയാണെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. അല്ലാതെ കണ്ണിക്കണ്ട ആളുകളെല്ലാം ഏറ്റെടുത്തിട്ട് 4 ഗുണ്ടകളെയും വെച്ചതിന് ശേഷം ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പം വിക്ടിം കളിക്കാനായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല ബിനുവും ബിനുവിൻ്റെ കൂട്ടുകാർ. പിന്നീട് ഈ ഒരു കാര്യം മാത്രമല്ല, ഈ രോഗശാന്തി എന്ന പേരിലും ഒട്ടനവധി ആളുകളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നുണ്ട് ഈ ബിനു മാത്രമല്ല, ബിനുവിനെ പോലെയുള്ള ഓരോ പ്രവാചകന്മാരും ഒട്ടനവധി ആളുകൾ ഇവരുടെ അടുത്തേക്ക് വരുന്നത് ക്യാൻസറോ അല്ലെങ്കിൽ മറ്റനവധി അസുഖങ്ങളുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ യേശുക്രിസ്തു തൊട്ടിരിക്കുന്നു, ഇന്ന് സൗഖ്യമാക്കിയിരിക്കുന്നു, ധൈര്യത്തോടെ വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞ് വിടാറുണ്ട്. ഒട്ടനവധി ആൾക്കാരും ഇത് വിശ്വസിച്ചിട്ട് പിന്നീട് മരുന്നോ കാര്യങ്ങളോ എടുക്കാറില്ല. ഇത് മുഖാന്തരം അവരുടെ അസുഖങ്ങൾ മൂർച്ഛിക്കുകയും മരണത്തിലേക്ക് എത്തുന്നതും വളരെ സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ വളരെ കൃത്യമായിട്ടും ഇയാളുടെ തന്നെ സോഷ്യൽ മീഡിയസിൽ, അതായത് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ടൊക്കെ അവൈലബിൾ ആണ്. അതേപോലെയുള്ള കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ കൂടെ അന്വേഷിക്കേണ്ടതാണ്. കാരണം ഒട്ടനവധി ആളുകളുടെ ജീവനാണ് ഇവർ ആപത്തിലാക്കുന്നത്.